ഇത്രയും പന്ന സർവീസ് ചെയ്യണ ഒരു ബ്രാൻഡ് വേറെ എങ്ങും ഉണ്ടാവില്ല. നിങ്ങൾ കേരള വിഷൻ എടുത്ത് നോക്ക്, അല്ലെങ്കിൽ ഏഷ്യാൻ്റെ എടുത്ത് നോക്ക്, BSNL എടുത്ത് നോക്ക്, ഒരു പ്രശ്നവും ഇല്ല ഒരു സർവീസിന്റെ കാര്യത്തിൽ. ഇവന്മാര് സർവീസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ചീത്ത നശിച്ച സർവീസ് ജിയോക്കാരല്ലാണ്ട് വേറെ ആരുമില്ല. നമുക്ക് ഇന്റർനെറ്റ് കിട്ടിയില്ലെങ്കിൽ അവർക്കിതൊരു വിഷയമല്ല. നിങ്ങൾ റീചാർജ് ചെയ്ത് ഞങ്ങൾക്ക് കാശ് തരാന്നാണ് ജിയോക്കാർ പറഞ്ഞത്. ഞാൻ ജിയോക്കാരോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല കാക്കാനും പോയിക്കോട്ടെ, ഇതിനേക്കാളും ഭേദം അതാണ്. എനിക്ക് ജിയോക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഓൺലൈൻ കോൺടാക്ട് ഇട്ട് ഇതുവരെ പരിപാടി നടന്നില്ല. നിങ്ങളുടെ ഓഫീസിൽ വന്നപ്പോൾ ഞങ്ങളുടെ കാഴ്ച എന്ന് പറയുന്നത് അവിടെ ആരുമില്ല, തുറന്നിട്ടുമില്ല. തോന്നുമ്പോൾ തുറക്കുന്ന ഒരു ടീം. ജിയോ ആയിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് ഫിക്സ് ചെയ്ത് തരിക. ഇതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ കുറച്ച് ടൈം ഇട്ടിട്ടുണ്ട്, അതിനുള്ളിൽ ആരും പറ്റില്ലെങ്കിൽ ഞാൻ വെച്ച് കത്തിക്കും, അല്ലെങ്കിൽ ഞാൻ തല്ലിപ്പൊളിക്കും. എന്നിട്ട് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ടാഗും ചെയ്യും. ഇത് എടുക്കാൻ നിൽക്കുമ്പോഴേക്ക് പറയാനുള്ളത്, യാതൊരു കാരണവശാലും ജിയോയുടെ ഫൈബർ കണക്ഷൻ, എയർ ഫൈബർ ഒരു സാധനം നിങ്ങൾ എടുക്കരുത്. സംഭവം കണക്ഷന് ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം പക്കായിരിക്കും. പക്ഷെ ഒരു കംപ്ലൈന്റ് വന്നാല, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് നന്നാക്കാനായിട്ട് ആരും വരികയില്ല. നിങ്ങൾ വിളിച്ചാരെയും കിട്ടാൻ പോണില്ല. ഇവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് വളരെ മോശമായിരിക്കും. അപ്പൊ ആരും ജിയോയുടെ ഫൈബർ കണക്ഷൻ എടുക്കരുത്. നോട്ട് റെക്കമെൻഡഡ് ആണ്, ആരും എടുക്കരുത്.